ആ കാണുന്നതാണ്. അവിടെ വട്ടം കാണുന്നുണ്ട് അങ്ങ്. ഒരു ലൈറ്റാ? ഓക്കെ. ഒരു ലൈറ്റ് കിട്ടുന്നില്ല. എന്നാലും അവിടെയാണ് പുല്ലുമേട് വരുന്നത്. അതായത് ഈ ലൈറ്റ് കാണുന്നുണ്ട് ഇവിടെ. അവിടെയാണ് സത്ര അമ്പലം വരുന്നത്. സത്ര അമ്പലം. പിന്നെ ആ കാണുന്ന മലയിൽ നമ്മൾ സത്ര ശബരിമലയ്ക്ക് പോകുന്നത്. പുല്ലുമേട്ടിന് പോകുന്ന വഴിയാണ് ആ മലയിൽ. ആ മലയുടെ കൂടെ സീസൺ ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണാം. മൊത്തം ലൈറ്റ് ട്യൂബ്ലൈറ്റ് ഇട്ടേക്കുന്ന കാണാം. ഓക്കെ. അതുവഴി നേരെ പുല്ലുമേട് ഇറങ്ങി പൂങ്കാവനം, പൂങ്കാനത്ത് ശബരിമല. ഇവിടുന്ന് 2 മലയ്ക്ക് അപ്പുറമാണ് ശബരിമല. 2 മലയ്ക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടുകൂടി കുമളിയിലെ പെരിയാർ ഹോളിഡേയ്സിലെത്തി. ഇന്നിവിടെയാണ് സ്റ്റേ. ഒരു 3 മണിയോടെ ഞങ്ങൾ കുമളിയിൽ നിന്നും സത്രം എന്ന സ്ഥലത്തേക്ക് കാണാനായിട്ട് ഇറങ്ങുകയാണ്. ജീപ്പ് വന്നേ. അപ്പം നമ്മൾ പോണേണേ പോണത് സത്രം എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ പ്രവേശനം. എത്ര നേരം ഉണ്ടാവും? നമുക്ക് 3 മണിക്കൂർ പരിപാടിയാണ്. അവിടെ എന്തൊക്കെയാണ് കാണാനുണ്ട്? അവിടെ 2 വ്യൂ പോയിന്റ് ഉണ്ട്, റിവർ പോയിന്റ് ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ തേയിലത്തോട്ടം. അതെയോ? പുള്ളി പറഞ്ഞ പോലെ സത്രം എന്ന പേര് വരാൻ തന്നെ കാരണം ശബരിമലയിൽ പോകുന്നവർ ഇടക്കാലമായിട്ട് താമസിക്കുന്നത് ഇവിടെയാണത്രേ. ശരിക്കും പറഞ്ഞാൽ ശബരിമലയുടെ പുറകുവശത്തുള്ള മലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ സത്ര അമ്പലം, പുല്ലുമേട്, പിന്നെ കോടമഞ്ഞ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. വളരെ സുന്ദരമായ കാഴ്ചയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിറങ്ങി. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് അത്രേ. സൂപ്പർ സ്ഥലം. എന്ത് രസമായിട്ട് നോക്കിയേ. ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റിയ പ്ലേസ്. മിനി ഫോട്ടോ എടുക്കണോ? ഗീത ചേച്ചി നല്ല രസമുണ്ടല്ലേ. കംപ്ലീറ്റ് ഓഫ് റോഡായിരുന്നു. ഞങ്ങൾ മനോഹരമായ മലയിൽ എത്തിക്കഴിഞ്ഞു. വളരെ മനോഹരമാണ്. ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട്.
ഒരു മിനിറ്റ്. ആർമിയുടെ റൺവേ ആണ്, അതായത് എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി. ഓക്കെ. ഇത് എയർപോർട്ടോട് വന്നു കഴിഞ്ഞിട്ട് ഒരു തവണ മാത്രമേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ, ട്രയൽ റണ്ണിന് വേണ്ടി. ഇപ്പോൾ അത് NCC ക്യാമ്പിന് വേണ്ടി, NCC പിള്ളേർക്ക് വേണ്ടി ട്രെയിനിങ്ങിനും പരേഡും കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ. അതിന് പണി തീരാതെ എടുക്കണം. ഇതോ ലൈഫ് ലൈൻ, ലൈഫ് ലൈൻ്റെ വീടാണ് അല്ലേ? അവിടെ പുലി ഇറങ്ങിയോണ്ടാണ് അത് പണി നിർത്തി വെച്ചിരിക്കുന്നത്.